പാലിയേക്കരയിൽ ടോൾ പിരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ അനുമതി. കൂട്ടിയ നിരക്ക് ഈടാക്കരുതെന്ന ഉപാധിയോടെയാണ് ഹൈക്കോടതി ടോൾ പിരിവിന് അനുമതി നൽകിയത്. 72 ദിവസങ്ങൾക്ക് ശേഷമാണ് ടോൾ പിരിക്കാനുള്ള അനുമതി. ഗതാഗത പ്രശ്നം പരിഹരിക്കാതെയാണ് ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചതെന്നാണ് ഹർജിക്കാരുടെ ആക്ഷേപം. ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം 10ാം തവണ ഹൈക്കോടതി അംഗീകരിച്ചു. പാലിയേക്കരയിൽ ദേശീയപാത അതോറിറ്റിക്ക് ടോൾ പിരിക്കാം. കർശന ഉപാധികളോടെയാണ് ഡിവിഷൻ ബെഞ്ച് ടോൾ പിരിക്കാനുള്ള അനുമതി നൽകിയത്. എന്നാൽ സെപ്റ്റംബർ 1 മുതൽ നിലവിൽ വരേണ്ട പുതുക്കിയ ടോൾ നിരക്ക് NHAIക്ക് ഈടാക്കാനാവില്ല. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാത എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണം. പൗരന്മാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അവഗണിക്കാനാവില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ദീർഘദൃഷ്ടിയില്ലെന്നും ഹൈക്കോടതിയുടെ വിമർശനം. ആദ്യം ഒരു ഹൈവേ നിർമ്മിക്കണം, പിന്നീട് പാതകളുടെ എണ്ണം കൂട്ടണം, തുടർന്നാണ് മറ്റ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതെന്നും ഹൈക്കോടതി. ഗതാഗത പ്രശ്നം പരിഹരിക്കാതെയാണ് ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചതെന്നും ഇടക്കാല ഉത്തരവിൽ തൃപ്തിയില്ലെന്നും ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത്. ഈ 4 VUPകളുടെ പണി നടക്കുന്ന സ്ഥലത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെന്നും ആ സർവീസ് റോഡിന്റെ സുരക്ഷാ ഭിത്തി പണി നടന്നിട്ടില്ല എന്നും സർവീസ് റോഡ് ശാസ്ത്രീയമായി പണിതിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇങ്ങനെ ഈ ടോൾ പിരിവ് മരവിപ്പിച്ച ഉത്തരവ് ഭേദഗതി ചെയ്തതിൽ ജനങ്ങൾക്ക് യാത്രക്കാർക്ക് നല്ല നിരാശയുണ്ട്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.